പാർട്ടി ആർക്കൊപ്പമാണ് എന്ന് ചോദിക്കുമ്പോൾ കുടുംബത്തിനൊപ്പമാണ് എന്ന് പരത്തി പറയുന്നതല്ലാതെ കുടുംബം ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിയോഗിച്ച SIT-യിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് CBI അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആ ഹർജിയിൽ തന്നെ പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനത്തെക്കുറിച്ച്. ഇന്നത്തെ വാദത്തിൽ പറയുന്നുണ്ട് പ്രതിയുടെ പൊസിഷൻ എന്താണ്, രാഷ്ട്രീയ സ്വാധീനം എന്താണ്, മറ്റാളുകൾക്ക് ഭയമുണ്ട് മൊഴി നൽകാൻ എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഇതിൽ രാഷ്ട്രീയമായി UDF-ഉം അതുപോലെ തന്നെ BJP-യും പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. CBI അന്വേഷണം വേണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ CPIM യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലേക്ക് പോവുകയാണോ? ഈ SIT പറ്റില്ല എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറയുമ്പോൾ സുജയ, തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ വീണ്ടും CPM പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ ഒരു ഡബിൾ സ്റ്റാൻഡ് CPM-നുണ്ട് എന്ന് UDF-ഉം BJP-യും ആരോപിക്കുന്നു. പൊതുസമൂഹത്തിലും അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ സന്ദർശിച്ച് പൂർണ്ണമായും നവീൻ ബാബുവിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ. പക്ഷേ നമുക്കറിയാം CPM-ൻ്റെ കണ്ണൂർ ഘടകം അത് PP ദിവ്യക്കൊപ്പം നിൽക്കുകയും CPM-ൻ്റെ പത്തനംതിട്ട ജില്ലാ ഘടകം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം നിൽക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് CPM-ൻ്റെ ഡബിൾ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരുന്നത്. കാരണം ഈ PP ദിവ്യയെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത് ഏറെക്കാലം കഴിഞ്ഞിട്ടാണ്. അതായത് ഈ ആരോപണം ഉയർന്ന് SIT രൂപീകരിച്ച ശേഷമാണ് PP ദിവ്യയെ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിലും അവരെ പാർട്ടി സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. മാത്രവുമല്ല, ഈ സംഭവം ഉണ്ടായ ഉടൻ CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പോലും PP ദിവ്യയുടെ പ്രസംഗത്തിൻ്റെ സതുദ്ദേശത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത്തരം നടപടിക്രമങ്ങളാണ് CPM PP ദിവ്യക്കൊപ്പമാണ് എന്നും നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് പറയുന്നതിലൊരു ഡബിൾ സ്റ്റാൻഡ് ഉണ്ട് എന്ന ആരോപണങ്ങളൊക്കെ ഉയർന്നു വരാൻ തുടങ്ങിയത്. എങ്കിലും ഈ SIT രൂപീകരിച്ച് PP ദിവ്യയുടെ അറസ്റ്റിലേക്കൊക്കെ കാര്യങ്ങൾ പോയപ്പോൾ പൂർണ്ണമായും CPM ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലെങ്കിലും നവീൻ ബാബുവിനൊപ്പമാണ് എന്ന് പറയാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെയാണെന്ന് കാണിക്കാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും CPM പ്രതിരോധത്തിലാവുന്നത് ഹൈക്കോടതിയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം സമർപ്പിച്ചിരിക്കുന്ന അഫിഡവിറ്റാണ്. അതായത് SIT-യിൽ വിശ്വാസമില്ല, അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ല, ഈ അന്വേഷണ സംഘം തുടക്കം മുതൽ നടത്തിയ എല്ലാ നടപടിക്രമങ്ങളും വിശ്വാസയോഗ്യമല്ല, അതായത് ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ വീണ്ടും പ്രതിക്കൂട്ടിലേക്ക് പോകുന്നു. ഈ ഘട്ടത്തിൽ CPM-നും സർക്കാരിനും ചെയ്യാൻ സാധിക്കുക നവീൻ ബാബുവിൻ്റെ കുടുംബം ആവശ്യപ്പെട്ട പ്രകാരം CBI അന്വേഷണത്തിന് സമ്മതം മൂളുക മാത്രമാണ്. ഇപ്പോൾ ഹൈക്കോടതി സർക്കാരിനോട് ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ നിലപാട് സ്വാഭാവികമായിട്ടും ഈ CBI അന്വേഷണത്തെ അനുകൂലിച്ചുകൊണ്ടായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.